നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ഇനി വളരെയധികം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 17 ഡേറ്റ്. അപ്പോൾ ഈ മാസം ഒരു 2 വീക്സേ ഉള്ളൂ മാസം കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതൊന്നും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അവരൊക്കെ മറ്റുള്ള ടോപ്പിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ശരിക്കും നമ്മളൊരു PSC മത്സര പരീക്ഷയിൽ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് റാങ്കിലോട്ട് പോകുന്നത് ഭയങ്കരധികം പാടുള്ള കാര്യമായിരിക്കും. മാത്സ് അറിയാവുന്ന ഒരാളും മാത്സ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്കായാലും ഈ മെൻ്റൽ എബിലിറ്റിയിലെ മാർക്ക് കുറച്ചൊക്കെ സ്കോർ ചെയ്യാൻ കഴിയും. PSC എക്സാമിനെ സംബന്ധിച്ച് ഈ മാത്സിനും ഇംഗ്ലീഷിനും ഭയങ്കര അധികം റോളുണ്ട്. അപ്പോൾ അത് മാത്രം പഠിക്കുമ്പോൾ മാത്സും ഇംഗ്ലീഷും മാത്രം പഠിക്കുമ്പോൾ നമുക്ക് പൊതുവെ ഒരു തോന്നലുണ്ടാകും, നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നൊരു തോന്നൽ. അതായത് നമ്മൾ GK പോർഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ഒരുപാട് പഠിച്ച ഒരു തോന്നൽ നമുക്കുണ്ടാകും. പക്ഷേ എന്നാൽ ഈ മാത്സും ഇംഗ്ലീഷും മാത്രം പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും പഠിച്ചില്ലല്ലോ എന്നൊരു ഒരു ഫീലിംഗ് വരും. അപ്പോൾ കാരണം GK പോർഷൻ നമ്മൾ കടലോലെ പഠിക്കണതിൽ ഏതൊക്കെ ചോദിക്കുന്നത് നമുക്ക് ഉറപ്പില്ല. സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതും അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്സിലും ഇംഗ്ലീഷിലും സിലബസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അതിന് പുറത്തോട്ട് പോയി ചോദിക്കാനുള്ള ഒരു ഇതവിടെ കിട്ടുന്നില്ല. പഠിച്ചതെല്ലാം നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. പണ്ടൊക്കെ പഠിക്കുമ്പോൾ എന്തോ ഒരുപാട് പഠിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മാത്സ്, ഇംഗ്ലീഷ് മാത്രം മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പഠിച്ചില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകും. സ്വാഭാവികമാണ്. ഇതുവരെ മാത്സ് ഒന്നും തുടങ്ങാത്തവർക്കും അതുപോലെ തീർക്കാനൊന്നും പറ്റിയില്ല, അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്കും നിങ്ങൾക്ക് എങ്ങനെ മാത്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ടാർഗറ്റ് വെച്ച് ഞാൻ മാത്സ്, ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ടാർഗറ്റ് വെച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ത്വര വരും കേട്ടോ. മാത്സ് അറിയാവുന്നവർക്ക്, മാത്സിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർക്കൊക്കെ ഏകദേശം എന്തെങ്കിലുമൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ഈ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിൽ ആർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്ലോക്ക് ആൻഡ് കലണ്ടർ. അപ്പോൾ ഇത് നമ്മുടെ മാത്സ് അറിഞ്ഞുകൂടാത്തവർക്കും അറിയാവുന്നവർക്കും എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ഈ ക്ലോക്കും കലണ്ടറും. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് പ്രതിബിംബം. ഡിഗ്രി ലെവൽ പോലുള്ള ഒരു എക്സാമിന് ഇനി അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്നൊക്കെ ഡൗട്ടാണ്. വളരെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ആംഗിൾസ് ചോദിക്കാറുണ്ട്. അതുപോലെ 4 മോഡലുണ്ട്. ആ മോഡലുകൾ പഠിക്കുക. നിങ്ങൾ അതിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ ഈ ക്ലോക്കിൻ്റെ പടം ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് വെച്ച് നോക്കുന്നത്, അതുപോലെ പേപ്പർ തിരിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് നിങ്ങൾക്ക് കംഫർട്ടബിളാണ്, നിങ്ങളത് ഫോളോ ചെയ്തോളാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു മോഡൽ പഠിച്ചിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അടുത്ത മോഡലിലോട്ട് പോകുക. അതായത് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന മോഡൽസ് ഏതൊക്കെയാണ്, എത്ര മോഡൽസ് അതിനകത്ത് വരുന്നുണ്ട്, ആ മോഡൽസ് ഫുള്ള് നിങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ എക്സാമ്പിൾസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആദ്യം നമ്മൾ ആ ടോപ്പിക്കിനെ നമ്മൾ ഫുള്ള് നമ്മുടെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. 2 hour കൊണ്ട് നിങ്ങൾ ക്ലോക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്ത് വരുന്നത് കലണ്ടറാണ്. അപ്പോൾ കലണ്ടറിന് നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും. അപ്പോൾ കലണ്ടർ പഠിക്കുന്നതിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് ലീപ്പ് ഇയർ, എന്താണ്, അതുപോലെ ഓഡ് ഡേയ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ സെയിം കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കുറച്ച് സംഭവങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അതെല്ലാം പഠിക്കുക. ഒരു ബുക്കിൽ, ഒരു നോട്ടിൽ വരും ആ സംഭവങ്ങളെല്ലാം ഒന്ന് ഷോർട്ടായിട്ട് എഴുതി വയ്ക്കുക. അതിത്രയും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുക. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ആ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാമ്പിൾ വെച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്ത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡൽസ് ഏതൊക്കെ ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ഒരു പോർഷനിൽ നിന്ന്, അതാദ്യം നിങ്ങൾ ആ മോഡൽസ് എല്ലാം പഠിക്കുക. അതിനുവേണ്ടി നിങ്ങളൊരു ഗൈഡിൻ്റെ സഹായം തേടാം. നിങ്ങൾക്ക് ഇപ്പോൾ ലക്ഷ്യയുടെ റാങ്ക് ഫയലുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കാം. മാത്സിനൊക്കെ ഒരു സാറിൻ്റെ ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, ഒരു സാറിൻ്റെ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടപ്പം മറ്റൊരു സാറിൻ്റെ ഒരു ക്ലാസ്സും കൂടെ നിങ്ങൾ കാണണം. 2 പേരുടെ ക്ലാസ് കണ്ടുപോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സെൻസ് ഓഫ് ഡയറക്ഷൻ. അപ്പോൾ സെൻസ് ഓഫ് ഡയറക്ഷൻ ഇതുപോലെ ഈസിയാണ്. അത് നമുക്ക് ഒരുപാട് ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മാത്സ് ഒന്നും അറിയാത്ത ഒരു ആളാണെങ്കിൽ ആദ്യം നിങ്ങൾ ക്ലോക്ക്, കലണ്ടറും സെൻസ് ഓഫ് ഡയറക്ഷനും പഠിക്കുക. ഇന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്സിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ആർക്ക് ടോപ്പിക്ക് 3 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അറിയാവുന്നവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും ആർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് ഈ പറഞ്ഞത് ഇത്രയും.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ക്ലോക്ക്, സെൻസ് ഓഫ് ഡയറക്ഷൻ, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, അപ്പോൾ ഇത് ഇത്രയും ഈ 3 ടോപ്പിക്ക് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കണം. പിന്നെ വരുന്ന ഫാമിലി റിലേഷൻസ് നിങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ ചുമ്മാ അങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം മൊത്തം പോകും. പണ്ടൊക്കെ ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ആൾ ഞാനായിട്ട് എന്നുകൊണ്ട് എൻ്റെ ഫാമിലിയുള്ളവരെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് സമയം പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഫാമിലി റിലേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സാറുമാരുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ അത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് തന്നെ പറ്റും, വരച്ചൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഫാമിലി റിലേഷൻ പഠിക്കാൻ ശരിക്കും കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതുപോലെ 1 അവറൊക്കെ മതിയാവും. അതുപോലെ പിന്നെ വരുന്നത് സ്ഥാനനിർണ്ണയം, അതും ഒരു ഈസി ടോപ്പിക്കാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ആയിട്ടുള്ള ചെറിയ പോർഷൻസ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും പൊതുവേ സ്ഥാനനിർണ്ണയം എന്ന് പറയുന്ന ടോപ്പിക്കും ഈസിയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ക്ലോക്ക്, സെൻസ് ഓഫ് ഡയറക്ഷൻ, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ആർക്കായാലും ഒരു ദിവസം കൊണ്ട് ഈ 3 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇത് 3 പഠിക്കുക. അടുത്ത ദിവസം നിങ്ങൾ കലണ്ടറിന് കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങൾ ഫാമിലി റിലേഷനും സ്ഥാനനിർണ്ണയം കൂടെ പഠിക്കുക. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക. കോഡ്, ഡീകോഡിങ്, അതുപോലെ സീരീസ്, ഓഡ് മാൻ ഔട്ട്, അങ്ങനെ കുറച്ച് വരുന്നത്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ മോഡൽസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അത് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് പ്രത്യേകം പഠിക്കാനൊക്കെ പാടാണ്. അതൊന്നും പോസിബിൾ അല്ല. ശരിക്കും പറഞ്ഞ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി പഠിക്കുക. അപ്പോൾ ഈ മെൻ്റൽ എബിലിറ്റിയുടെ കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഏതൊരാൾക്കും മെൻ്റൽ എബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുക ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക് ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും മാർക്ക് കൊണ്ട് കളയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. ശരിക്കും ഇത് പ്രാക്ടീസ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര മാത്സ് അറിയാവുന്നവരാണെങ്കിലും മാത്സ് ഒന്നും അറിഞ്ഞുകൂടാത്തവരാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെയാണ് നമുക്ക് ശരിക്കും ഇത് പെട്ടെന്ന് ചെയ്യാനൊക്കെയുള്ള ഒരു ട്രിക്കും അതിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ നമുക്ക് കിട്ടുന്നത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്. മാത്സ് ഒന്നും ആദ്യം നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നില്ല. ശരിക്കും ഞാൻ 4ഉം 5ഉം മാർക്ക് മാത്രമൊക്കെ സ്കോർ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ആയതിന് കാരണം ഈ പ്രാക്ടീസാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. ശരിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും തോറും നമുക്ക് കൂടുതൽ കോൺഫിഡൻസാണ് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇത് മാത്സ് പഠിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ പിന്നെ രാവിലെ പഠിക്കാൻ ശ്രമിക്കുക. രാവിലെ എണീറ്റിട്ട് നമ്മൾ ഫ്രഷ് മൈൻഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നത് മനസ്സിലോട്ട് കയറും. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം അതനുസരിച്ച് പഠിക്കുക. എല്ലാവർക്കും മെൻ്റൽ എബിലിറ്റിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഈസി ആയിട്ടുള്ള ഇതിൽ വരുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ. അപ്പം അതിനോടൊപ്പം തന്നെ ഫ്രാക്ഷൻസും ഡെസിമൽ നമ്പേഴ്സും അതും പൊതുവേ ഈസി ആയിട്ടുള്ള, അതും നമുക്ക് അത്ര കുഴപ്പം വരാത്ത സംഭവമാണ്. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻസ്, ഡെസിമൽ, ദശാംശ സംഖ്യകൾ, അതുപോലെ ഭിന്നസംഖ്യകൾ, അതുപോലെ നമ്പേഴ്സ് ആൻഡ് അടിസ്ഥാന ക്രിയകൾ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത വരുന്നത് പേഴ്സൻറ്റേജ്. അപ്പോൾ പേഴ്സൻറ്റേജിൽ കുറച്ച് മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുക. പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അടുത്തത് വരുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിലൊക്കെ ശരിക്കും ഈ പെർസെൻറ്റേജിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ പെർസെൻറ്റേജ് പഠിക്കുക, അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുക. പെർസെൻറ്റേജ് പഠിക്കുക ഒരു ദിവസം എടുക്കുക, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുക ഒരു ദിവസം എടുക്കുക. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇച്ചിരി കുറച്ചുണ്ട്. അപ്പോൾ അതിനൊരു 2 days ക്ലോക്ക്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ദിവസം നിങ്ങൾ ഫാമിലി റിലേഷൻസ്, അതുപോലെ കലണ്ടർ, അതുപോലെ സ്ഥാനനിർണ്ണയം, ഇത് ഇത്രയും നിങ്ങൾ അടുത്ത ദിവസം പഠിക്കുക. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷനും അതുപോലെ തന്നെ ഫ്രാക്ഷൻ, ഡെസിമൽ, ദശാംശ സംഖ്യകൾ, ഭിന്നസംഖ്യകൾ, അത് നിങ്ങൾ അത് 3 ടോപ്പിക്ക് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിക്കുക. പെർസെൻറ്റേജ് പഠിക്കുക ഒരു ദിവസം, അതിൻ്റെ എല്ലാ മോഡൽസും പഠിക്കുക. പെർസെൻറ്റേജിൻ്റെ ഒരു മെയിൻ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും. ബേസിക് ഐഡിയ, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ബേസിക് ഐഡിയ നിങ്ങൾ ആദ്യം നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ദിവസം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ പഠിക്കുക. അതിനുശേഷം 2 ദിവസം എടുത്തിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ചുണ്ട്, എന്നാൽ 2 ദിവസം കൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസും ടൈം ആൻഡ് വർക്കും. അപ്പോൾ ടൈം ആൻഡ് വർക്ക് പൊതുവേ ഈസിയാണ്, എല്ലാം ഒരേ ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസും കുഴപ്പമില്ല. അതിൽ ഈ ബോട്ട്, ട്രെയിന് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പം
അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്സിൽ എല്ലാവർക്കും മാർക്ക് പോകുന്ന, പഠിക്കുന്നവർക്കായാലും മാത്സ് അറിയാവുന്നവർക്കായാലും അറിയാത്തവർക്കായാലും മാർക്ക് പോകുന്നത് ഈ സിമ്പിൾ അരിത്തമെറ്റിക് എന്ന് പറയുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, അതുപോലെ ഫ്രാക്ഷൻ, ഡെസിമൽ നമ്പേഴ്സ്, ഇത് ഇത്രയും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുക, ടൈം ആൻഡ് വർക്ക് പഠിക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ 3 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് നോക്കുക. പിന്നെ ആവറേജ് പഠിക്കാൻ ഒരു ദിവസം മതിയാവും, അതുപോലെ കൃത്യംഗം പഠിക്കാൻ ഒരു ദിവസം മതിയാവും, അതുപോലെ പ്രോഗ്രഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം. ആവറേജ്, കൃത്യംഗം, പ്രോഗ്രഷൻ, ഇത് 3 കൂടെ നിങ്ങൾ 3 ദിവസം കൊണ്ട് പഠിക്കുക. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കാൻ ഒരു ദിവസം എടുക്കുക. ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ ജാമിതീയ രൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അതിത്തിരി ഈ ഒരു 2 വീക്കിനകത്ത് നിങ്ങൾക്ക് ഇതും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിത്തിരി കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് 2 വീക്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ജാമിതീയ രൂപങ്ങൾ ഇത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെ ഒന്നുകിൽ സ്കിപ്പ് ചെയ്യുക. കാരണം 2 വീക്സിനേ ഉള്ളൂ, കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ബാക്കി ഇത്രയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 2 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പഠിക്കാൻ നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ ശരിക്കും രാവിലത്തെ ടൈം തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പഠിക്കുന്നത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം, കോൺസെൻട്രേഷനോടുകൂടി ഇരുന്ന് പഠിക്കാൻ പറ്റും. സെക്കൻഡ്, എല്ലാവരും ചെയ്യുന്ന മാത്സ് നമുക്കും ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ മാത്സ് അറിഞ്ഞൂടാത്തവരായാലും അറിയാവുന്നവരായാലും എല്ലാവർക്കും പറ്റുന്ന ടൈപ്പ് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്നുണ്ട്. മാക്സിമം അത് പ്രാക്ടീസ് ചെയ്ത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ചെയ്തിരിക്കണം. അതിൽ ഞാനിപ്പോൾ മെൻ്റൽ എബിലിറ്റിയിൽ പറഞ്ഞതിൽ ക്ലോക്ക്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ഇത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ദിവസം നിങ്ങൾ കലണ്ടർ, അതുപോലെ തന്നെ സ്ഥാനനിർണ്ണയം, ഒപ്പം ഫാമിലി റിലേഷൻസ്, സ്ഥാനനിർണ്ണയം, കലണ്ടർ, ഇത് സെക്കൻഡ് ഡേയിൽ പഠിക്കുക. അപ്പോൾ ഈ ഒരു 2 ഡേയ്സ് കൊണ്ട് മെൻ്റൽ എബിലിറ്റിയിൽ ഏകദേശം ഒരു 3/4 ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. പിന്നെ വരുന്നത് ഈ ഓഡ് മാൻ ഔട്ട്, അതുപോലെ സീരീസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. കോഡിങ്, ഡീകോഡിങ്, ഇതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കാനില്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത്, കോഡിങ്, ഡീകോഡിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതങ്ങനെ പഠിക്കുക. അരിത്തമെറ്റിക്കിലോട്ട് വരുമ്പോൾ അവിടെയാണ് കുറച്ച് പാട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഫ്രാക്ഷനും ഡെസിമലും അതുപോലെ തന്നെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് 3 നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഫ്രാക്ഷനും ഡെസിമലും നമ്മൾ സ്കൂൾ ടൈമിലെ പഠിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ടഫല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇത് 3 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻ, ഡെസിമൽ. അടുത്ത ദിവസം നിങ്ങൾ പെർസെൻറ്റേജ് പഠിക്കുക. പെർസെൻറ്റേജ് പഠിച്ച് കഴിഞ്ഞിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ചുണ്ട്. അതിന് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് അത് കിടക്കുക. അത് 2 ദിവസം കൊണ്ട് പഠിക്കുക. ബാക്കിയെല്ലാം ഓരോ ദിവസം വെച്ച് പഠിക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസും ടൈം ആൻഡ് വർക്ക് ഒരുമിച്ച് പഠിക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ബോട്ട്, ട്രെയിൻ, അങ്ങനെയൊക്കെ വരുന്ന അതിൻ്റെ സംഭവങ്ങളുണ്ട്. അതൊക്കെ പഠിക്കുക. ടൈം ആൻഡ് വർക്ക് എല്ലാം ഒരേ മോഡലാണ് ഏകദേശം വരുന്നത്. അതിൽ കൂടുതൽ പ്രശ്നം വരുന്നില്ല. ടൈം ആൻഡ് വർക്ക് ഈസിയാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് കുറച്ചധികം. ടൈം ആൻഡ് ഡിസ്റ്റൻസിന് 2 ഡേയ്സ് എടുക്കുക. ടൈം ആൻഡ് വർക്ക് 1 ഡേ കൊണ്ട് പഠിച്ച് തീർക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസ് 2 ഡേയ്സ് എടുക്കുക. പിന്നെ വരുന്ന ആവറേജിന് ഒരു ദിവസം എടുക്കുക. കൃത്യങ്ങൾ പഠിക്കാൻ ഒരു ദിവസം എടുക്കുക. ഒപ്പം പ്രോഗ്രഷൻ പഠിക്കാൻ ഒരു ദിവസം എടുക്കുക. പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കാൻ ഒരു ദിവസം എടുക്കുക. അപ്പോൾ ബാക്കി എല്ലാ ടോപ്പിക്കിനും ഓരോ ദിവസം എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇത്തിരി കൂടുതലുണ്ട്. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു ദിവസം അഡീഷണൽ എടുക്കുക. അപ്പോൾ ഈ 14 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഈസിയായിട്ട് തീർക്കാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞത് ദിവസം നമുക്കിനി അധികം ഇല്ല ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 വീക്സിൽ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് തീർക്കാമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ രാവിലത്തെ ടൈം സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ചൂസ് ചെയ്യുക. രാവിലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിൾ കുറേ ചെയ്തുകൊണ്ടിരിക്കാതെ ആ ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ആ ടൈപ്പ് മനസ്സിലാക്കുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്ത മോഡലിലോട്ട് പോവുക. ഈ മോഡൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് ചെയ്യാനുള്ള ആ ഒരു ഇതായതിനു ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ മാത്സ് നിങ്ങൾ എങ്ങനെ ട്രൈ ചെയ്തു നോക്കും. ഇനി അധികം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്സ് ഞാൻ ശരിക്കും മാത്സ് ഫോളോ ചെയ്യുന്നത് ജെറിൻ സാറിൻ്റെ ക്ലാസ് നോക്കാറുണ്ട്, അതുപോലെ തന്നെ ഇസ്മയിൽ സാറിൻ്റെ ക്ലാസ് നോക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത് 2 പേരുടെ ക്ലാസ് കൊണ്ട് കാണുന്നതാണ്, 2 പേരുടെ ക്ലാസ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തേക്ക് ഒരാളുടെ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു ഇതായിരുന്നു. നമുക്ക് ഒരു സാറിൻ്റെ ക്ലാസ് നമ്മൾ ചില ഡൗട്ടൊക്കെ വരുമ്പോൾ വേറൊരു സാറിൻ്റെ ക്ലാസ് കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും
മനസ്സിലാവാറുണ്ട്. അതുപോലെ തന്നെ പല പല മെത്തേഡ്സ് നമുക്ക് മനസ്സിലാവും. നമുക്ക് എളുപ്പമായിട്ടുള്ള ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടും. അതുകൊണ്ട് എപ്പോഴും 2 സാർമാരുടെ ക്ലാസ് ഫോളോ ചെയ്യാൻ നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഗൈഡൊക്കെ കിട്ടുമല്ലോ. ഒന്നിനെ സ്കിപ്പ് ചെയ്യാതെ പോവുക. ഈ ജാമിതീയ രൂപങ്ങളുടെ സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് അത് ടൈം വളരെ കുറവായതുകൊണ്ട് മാത്രമാണ്. അതൊരുപാടുണ്ട് പഠിക്കുക. അതുകൊണ്ടാണ്, സമയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മെൻ്റൽ എബിലിറ്റി ആദ്യം പെട്ടെന്ന് തീർക്കുക. അതിൽ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ അത് തന്നെ കുറേ നേരം ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം കളയാതിരിക്കുക. നമുക്ക് അറിഞ്ഞൂടാത്ത ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അതിന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു ടോപ്പിക്ക്, ഒരു മാത്സിൻ്റെ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 2 വീക്സ് കൊണ്ട് നിങ്ങളൊരു ടാർഗറ്റ് തന്നെ വയ്ക്കുക. നിങ്ങൾ മാത്സിൽ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യും, ഈ മന്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള 2 വീക്സ് കൊണ്ട് നിങ്ങൾ മാത്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഒരു ടാർഗറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനത്തെ രീതിയിൽ ഒന്ന് പഠിച്ച് നോക്കുക. മാത്സിൽ മാർക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ബാക്കിലോട്ട് പോകും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.